ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കറീന. ടെസ്റ്റ് ക്രിക്കറ്റിൽ സമീപകാലത്ത് ഇന്ത്യ മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് സീനിയർ താരങ്ങളുടെ ഫോമില്ലായ്മ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം തിരിച്ചടി ഏൽപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ BCCI പുതിയ ഒരു ഗൈഡ് ലൈൻ ഇറക്കിയിരുന്നു. അതായത് എല്ലാ താരങ്ങളും ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കണം എന്നുള്ള ഒരു നിർദ്ദേശമായിരുന്നു BCCI നൽകിയിരുന്നത്. ആ നിർദ്ദേശം ഇപ്പോൾ ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. സൂപ്പർ താരങ്ങളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഉൾപ്പെടെയുള്ള താരങ്ങൾ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ ഡൊമസ്റ്റിക് ക്രിക്കറ്റിലേക്ക് മടങ്ങിയെത്തുകയാണ്. വരുന്ന രഞ്ജി ട്രോഫി മത്സരങ്ങൾ കളിക്കാനാണ് ഇവരുടെ തീരുമാനം. മുംബൈയുടെ അടുത്ത മത്സരത്തിൽ താൻ ഉണ്ടാകും എന്നുള്ള കാര്യം രോഹിത് ശർമ്മ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെ വിരാട് കോഹ്ലിയും ഇപ്പോൾ രഞ്ജി ട്രോഫി കളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഡൽഹിക്ക് വേണ്ടിയാണ് കോഹ്ലി കളിക്കുക. വരുന്ന 30-ാം തീയതി റെയിൽവേസിനെതിരെ ഡൽഹി ഒരു രഞ്ജി ട്രോഫി മത്സരം കളിക്കുന്നുണ്ട്. ആ മത്സരത്തിൽ താൻ ലഭ്യമായിരിക്കും എന്നുള്ള കാര്യം വിരാട് കോഹ്ലി ഇപ്പോൾ ഡൽഹി ക്രിക്കറ്റ് അസോസിയേഷന് അറിയിച്ചു കഴിഞ്ഞു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 13 വർഷത്തിന് ശേഷമാണ് വിരാട് കോഹ്ലി ഇപ്പോൾ ഡൊമസ്റ്റിക് ക്രിക്കറ്റിലേക്ക് മടങ്ങിയെത്തുന്നത്. എന്നാൽ കോഹ്ലിയും രോഹിത്തും മാത്രമല്ല, മറ്റു പല സുപ്രധാന താരങ്ങളും ഇത്തവണത്തെ രഞ്ജി ട്രോഫിയിൽ പങ്കെടുക്കുന്നുണ്ട്. ശുഭ്മാൻ ഗിൽ, ഋഷഭ് പന്ത്, യശസ്വി ജയ്സ്വാൾ, രവീന്ദ്ര ജഡേജ, KL രാഹുൽ, സിറാജ് എന്നിവരൊക്കെ ഇത്തവണത്തെ രഞ്ജി ട്രോഫിയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും ഈ താരങ്ങൾ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കുന്നത് തീർച്ചയായും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഗുണം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.